Hi all, welcome to Competitive Cracker. അപ്പൊ എല്ലാവരും K3 സംസ്കൃതത്തിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. നമ്മൾ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട്, എക്സാം കഴിഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞവരുണ്ടാവും, റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും, അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അല്ലെ. നമുക്ക് സിലബസിലുള്ള ജ്യോതിഷം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു ഭാഗം നമുക്ക് നോക്കാം. രാശികൾ ഏതൊക്കെയാണ്, ഓരോ രാശികളുടെയും അധിപന്മാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് നോക്കാം. എത്ര രാശികളാണുള്ളത്? 12 രാശികൾ ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? മേഷം, വൃഷഭം, മിഥുനം, കർക്കി, സിംഹം, കന്യ, തുല, വൃശ്ചിക, ധനു, മകര, കുംഭ, മീനം. എത്ര രാശികളാണ്? 12 രാശികൾ. മേഷം, വൃഷഭ, മിഥുന, കർക്കി, സിംഹ, കന്യ, തുല, വൃശ്ചിക, ധനു, മകര, കുംഭ, മീനം. ഇങ്ങനെ 12 രാശികൾ. മേഷം എന്താണ്? മേടരാശി, വൃഷഭം ഇടവം, മിഥുനം കർക്കി കർക്കിടകം, സിംഹം ചിങ്ങം, കന്യ കന്നി, തുല വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം അല്ലെ. 12 രാശികളുണ്ട് അല്ലെ. നമുക്ക് സാധാരണയായിട്ട് എക്സാമിന് ഓരോ രാശികളും അതിന്റെ അധിപന്മാരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കുറച്ചായിട്ട് സിലബസിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരു ഭാഗം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഓരോ രാശികളും അതിന്റെ അധിപന്മാരും ആരൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എത്ര രാശികളാണ്? 12 രാശികൾ. ഏതൊക്കെ? മേഷ, വൃഷഭ, മിഥുന, കർക്കി, സിംഹ, കന്യ, തുല, വൃശ്ചിക, ധനു, മകര, കുംഭ, മീനം. ഇതില് മേഷരാശിയുടെ അധിപൻ ആരാണ്? ക്ഷിതിജനാണ്, അതായത് കുജനാണ് മേഷരാശിയുടെ അധിപനായിട്ട് പറയുന്നത്. അതുപോലെ വൃഷഭ രാശിയുടേത് സിതൻ അല്ലെങ്കിൽ ശുക്രനാണ് എന്തെന്ന് പറയുന്നത്? വൃഷഭ രാശിയുടെ അധിപനായിട്ട് പറയുന്നത്. അപ്പൊ മേഷരാശിയുടെ അധിപൻ കുജനാണ്, വൃഷഭ രാശിയുടെ അധിപൻ ശുക്രനാണ്. മിഥുന രാശിയുടെ അധിപൻ ബുധനാണ്, ഞഹ എന്ന് മറ്റൊരു പേര്. ബുധനാണ് മിഥുന രാശിയുടെ അധിപൻ. അപ്പോ മേഷരാശിയുടെ അധിപൻ കുജൻ, വൃഷഭ രാശിയുടെ അധിപൻ ശുക്രൻ, മിഥുന രാശിയുടെ അധിപൻ ബുധൻ. ഇനി കർക്കിടക രാശിയുടെ അധിപനാണ് ചന്ദ്രൻ. അതുപോലെ തന്നെ സിംഹരാശി, ചിങ്ങത്തിന്റെ അധിപൻ ആരാണ്? രവി അല്ലെങ്കിൽ ആദിത്യൻ, സൂര്യനാണ് സിംഹരാശിയുടെ അധിപൻ. കന്യാരാശിയുടെ അധിപൻ സൗമ്യൻ അല്ലെങ്കിൽ ബുധനാണ്. അപ്പോ ബുധന്റെ മറ്റു പേരുകളൂടി നമുക്കിവിടെ കിട്ടുകയാണ് അല്ലെ. ജ്ഞഹ, സൗമ്യൻ. അപ്പൊ ബുധഗ്രഹത്തിന്റെ മറ്റ് പര്യായങ്ങള് സൗമ്യഹ, ജ്ഞഹ, അതൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണ് അല്ലെ. കുജന്റേത് ക്ഷിതിജൻ, ശുക്രന്റേത് സിതൻ, അതുപോലെ ബുധന്റേത് ജ്ഞഹ, സൗമ്യൻ, രവിയുടേത് ആദിത്യൻ. അതുപോലെ കന്യാരാശിയുടെ നമ്മൾ പറഞ്ഞു അല്ലെ. കന്യാരാശിയുടേത് സൗമ്യൻ അല്ലെങ്കിൽ ബുധനാണ്. തുലാരാശിയുടെ അധിപൻ ആരാണ്? ശുക്രൻ അല്ലെങ്കിൽ സിതനാണ് തുലാരാശിയുടെ അധിപനായിട്ട് വരുന്നത്. അതുപോലെ വൃശ്ചിക രാശിയുടെ അധിപൻ കുജനാണ്. കുജന്റെ മറ്റൊരു പര്യായം എന്താണ്? അവനിജഹ. അതുപോലെ തന്നെ കുജന്റെ മറ്റു പേര് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. ക്ഷിതിജനും കുജന്റെ മറ്റൊരു പേരാണ്. അതുപോലെ അവനിജനും. അപ്പൊ കുജന്റെ പര്യായങ്ങൾ ക്ഷിതിജഹ, അവനിജഹ. പിന്നെയോ ധനുരാശിയുടെ അധിപനാരാണ്? ബൃഹസ്പതിയാണ് അല്ലെ. ഗുരുവാണ് ധനുരാശിയുടെ അധിപൻ. അപ്പോ ഗുരുരാശിയുടെ അധിപൻ ആരാണ്? സുരഗുരു അല്ലെങ്കിൽ ബൃഹസ്പതിയാണ്. പിന്നെയോ മകരരാശിയുടെ അധിപൻ മന്ദനാണ്, അതായത് ശനിയാണ് മകരരാശിയുടെ അധിപനായിട്ട് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി ആദ്യം മുതൽ ഞാൻ പറയാം. മേഷരാശിയുടെ കുജൻ, വൃഷഭ രാശിയുടേത് ശുക്രൻ, മിഥുനത്തിൻ്റെത് ബുധൻ, കർക്കിയുടേത് ചന്ദ്രൻ, സിംഹത്തിൻ്റെത് രവി, കന്യയുടേത് ബുധൻ, തുലാവിൻ്റെത് ശുക്രൻ, വൃശ്ചികത്തിൻ്റെത് കുജൻ, ധനുവിൻ്റെത് ഗുരു, മകരത്തിൻ്റെത് ശനി. ഇനി കുംഭത്തിൻ്റെതോ? കുംഭത്തിൻ്റെത് വീണ്ടും ശനിയാണ് വരുന്നത്. ശനിയുടെ മറ്റൊരു പേരപ്പം മന്ദനുണ്ട്, സൗരിയുണ്ട്. മീനത്തിൻ്റെത് ഗുരു തന്നെയാണ്, ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു തന്നെയാണ് മീനത്തിന്റെ അധിപനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണല്ലേ രാശികളും അതിന്റെ അധിപന്മാരും വരുന്നത്. ഇനി നമുക്ക് ഇതിൽ രാശി ചക്രത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും കൂടി നമുക്ക് നോക്കാം. മേഷത്തിൻ്റെതും വൃശ്ചികത്തിൻ്റെതും കുജനാണ് അല്ലെ. മേഷത്തിന്റെയും വൃശ്ചികത്തിന്റെയും കുജനാണ്. വൃഷഭത്തിന്റെയും തുലാത്തിന്റേതും ഏതാണ്? ശുക്രനാണ്. ഇവിടെ രണ്ടിടത്തും ശുക്രനാണ് വരുന്നത്. അതുപോലെ തന്നെ മിഥുനത്തിന്റേത് ബുധനാണ്, കന്യയുടേതും ബുധനാണ്.
ബുധഃ, ബുധഃ. അതുപോലെ തന്നെ കർക്കി ചന്ദ്രനും സിംഹം സൂര്യനുമാണ് അല്ലെ. അപ്പൊ ഇവിടെ കർക്കിയുടെ അടുത്ത് ചന്ദ്രഃ രവിഹി. ഇവിടേക്ക് വരുമ്പോഴോ മീനത്തിന്റെയും ധനുവിന്റേതും ഗുരുവാണ്. അതുപോലെ കുംഭവും മകരവും ശനിയാണ്. അപ്പോ മേഷം വൃശ്ചികം കുജൻ, വൃഷഭവും തുലാമും ശുക്രൻ, മിഥുനവും കന്യയും ബുധൻ, കർക്കി സിംഹവും, കർക്കിയുടേത് ചന്ദ്രൻ, സിംഹത്തിൻ്റെത് രവി, മീനവും ധനുവും ഗുരു, കുംഭവും മകരവും ശനി. ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പൊ നമുക്ക് രാശിചക്രം വെച്ച് പെട്ടെന്ന് പഠിക്കാം, അതുകൊണ്ട് ഇതൊന്ന് എടുത്തു പറഞ്ഞതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമല്ല നമുക്ക് ജ്യോതിഷത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് കുറേ അധികം നക്ഷത്രങ്ങളും അതിന്റെ അധിപനും ഗ്രഹങ്ങള്, അതുപോലെ ഓരോ ഗ്രഹത്തിന്റെയും വർണ്ണങ്ങള്, രാശികളെ പറ്റി കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഇന്ന് ചെറിയൊരു പോർഷൻ, നമുക്ക് സാധാരണ ജനറൽ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗം ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം, നമുക്ക് CC-യില് K3 സംസ്കൃതത്തിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി ടോപ്പിക് ഡിവിഷൻസും എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്